സൂര്യാസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ, മഗ്രിബായി എന്നറിഞ്ഞാൽ, ഇനി നാം അറഫയിൽ നിന്നും മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അറഫയിൽ വെച്ചുകൊണ്ട് മഗ്രിബ് നിസ്കരിക്കാതെ സൂര്യാസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ നാം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ്. മഗ്രിബും ഇശാഉം മുസ്ദലിഫയിൽ ചെന്ന് രണ്ടും ഒരുമിച്ച് നിസ്കരിക്കുകയാണ് ചെയ്യുക. ഹനഫി മദ്ഹബിൽ 2 നിസ്കാരങ്ങൾ ഒരു സമയത്ത് നിർവഹിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മുസ്ദലിഫയിലുള്ള ഈ ജംആക്കിയിട്ടുള്ള നിസ്കാരം. അറഫയിൽ വെച്ചുകൊണ്ട് തന്നെ ളുഹറും അസ്റും ജംആക്കി നിസ്കരിക്കാനുള്ള മസ്അലയുണ്ടെങ്കിലും അതിന് ചില നിബന്ധനകൾ ഉള്ളതുകൊണ്ട് ആ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ളുഹറും അസ്റും നാം കൃത്യമായി അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുകയാണ് വേണ്ടത് അറഫയിൽ വെച്ച്. അസ്തമയത്തോടുകൂടെ അസ്തമയമായി എന്ന് ഉറപ്പായതിനു ശേഷം അറഫയിൽ നിന്ന് നാം മുസ്ദലിഫയിലേക്ക് ചെല്ലുന്നു. അവിടെ നാം മുസ്ദലിഫയിൽ രാപ്പാർക്കുകയാണ്. അസൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതെല്ലാം ഹജ്ജിന്റെ ഒരു ഭാഗമാണ്. അതെല്ലാം ക്ഷമയോടുകൂടെ അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ആ മുസ്ദലിഫയിൽ നാം തങ്ങുക. എങ്ങനെയാണ് മുസ്ദലിഫയിൽ മഗ്രിബും ഇശാഉം ഒരുമിച്ച് നിസ്കരിക്കുക? ഒരു ബാങ്കും ഒരു ഇഖാമത്തും കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ മഗ്രിബ് നിസ്കരിക്കുക. മഗ്രിബിന്റെ ഫർള് 3 റക്അത്ത് നാം ജമാഅത്തായി നിസ്കരിക്കുക. അത് കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ നാം എഴുന്നേറ്റ് ഇശാഇന്റെ 4 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. അങ്ങനെ ഇശാഇന്റെ 4 റക്അത്ത് കഴിഞ്ഞ ഉടനെ മഗ്രിബിന്റെ ശേഷം നിസ്കരിക്കേണ്ട 2 റക്അത്ത് ശക്തിയായ സുന്നത്ത് നാം ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിർവഹിക്കുക. അത് കഴിഞ്ഞ് ഇശാഇന്റെ ശേഷം നിസ്കരിക്കേണ്ട 2 റക്അത്ത് ശക്തിയായ സുന്നത്ത് അത് നിസ്കരിക്കുക. അതിനുശേഷം അവസാനം നാം വിത്ർ നിസ്കാരം നിർവഹിച്ച് നമ്മുടെ ക്ഷീണമൊന്ന് അകറ്റാൻ വേണ്ടി മുസ്ദലിഫയിൽ ഒരൽപ്പസമയം ഉറങ്ങുകയും ചെയ്യുക. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് സുബഹി നിസ്കാരം നാം മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, മുസ്ദലിഫയിൽ ഫജ്റു സ്വാദിഖ് അഥവാ സുബഹി ബാങ്കിന്റെ സമയം ആരംഭിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിൽ ഏതെങ്കിലും ഒരു സമയം, ഒരു സെക്കൻഡെങ്കിലും മുസ്ദലിഫയിൽ ഉണ്ടാവൽ അത് വാജിബാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹാജിമാരോട് പറയുന്നത്, സുബഹി ബാങ്കിന് മുമ്പ് തന്നെ മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനയിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വാജിബായ ഒരു കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൂര്യോദയത്തിന് ശേഷം നാം മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വീണ്ടും കല്ലെറിയാനായി പുറപ്പെടുകയാണ്. മിനയിൽ ചെന്ന് നാം 7 തവണ ജംറത്തുൽ അഖബയെ എറിയുക. ജംറത്തുൽ അഖബയിലെ കല്ലെറിന് ശേഷം നമുക്ക് ബലികർമ്മം നടത്താനുണ്ട്. നമ്മുടെ ബലി അറുക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി പുരുഷന്മാർ തല മൊട്ടയടിക്കുകയോ സ്ത്രീകൾ അവരുടെ മുടിയിൽ നിന്ന് അല്പം മുറിച്ചെടുക്കുകയോ ചെയ്യലോടുകൂടെ നാം ഹജ്ജിന്റെ ഇഹ്റാമിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഇനി നമുക്ക് തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കാം, സോപ്പ് ഉപയോഗിച്ച് കുളിക്കാം, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാം. ഇഹ്റാമിൽ നിഷേധിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതോടുകൂടെ നമുക്ക് അനുവദനീയമാകുകയാണ്. എന്നാൽ ഭാര്യയുമായിട്ടുള്ള സംസർഗം, അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ, ഇത് മാത്രം അനുവദനീയമാകുന്നില്ല. ത്വവാഫ് സിയാറത്ത് ചെയ്യലോടുകൂടെ മാത്രമാണ് ആ ഒരു കാര്യവും കൂടെ അനുവദനീയമാകുന്നത്.